വിഷയമാണ് മലപ്പുറം കാളികാവ് ഉദരംപൊയിൽ 2 വയസ്സുകാരി കൊല്ലപ്പെട്ട സംഭവത്തിൽ പിതാവ് ഫായിസിനെതിരെ കൊലക്കുറ്റം ചുമത്തി പോലീസ്. ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരവും കേസെടുത്തിട്ടുണ്ട്. കുട്ടി മരിച്ചത് അതിക്രൂര മർദ്ദനത്തെ തുടർന്നായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. മലപ്പുറത്ത് നിന്ന് CV അനുമോദ് ചേരുന്നു. അനുമോദ്, ഇന്നലെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ ഏറെ കരളലിയിപ്പിക്കുന്ന കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. 2 വയസ്സുള്ള സ്വന്തം കുഞ്ഞിനോട് ഒരച്ഛൻ കാണിച്ച ക്രൂരതകൾ, സിഗരറ്റ് കൊണ്ട് പൊള്ളിക്കുക, അങ്ങനെ നിരവധി മുറിവേറ്റ പാടുകൾ കുഞ്ഞിന്റെ ശരീരത്താകമാനം, തലച്ചോറിൽ രക്തം കട്ടപിടിച്ച അവസ്ഥ, തലച്ചോറ് തലയോട്ടി പൊട്ടിയ നിലയിലുള്ള അവസ്ഥ, അങ്ങനെ അതിക്രൂരമായിട്ടുള്ള ഈ മർദ്ദനം അതെന്തിനാണ് നടത്തിയത് എന്നത് സംബന്ധിച്ചുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഈ പിതാവ് ഫായിസിൽ നിന്നും പോലീസിന് അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ടോ? ഒരു കുഞ്ഞിനോടും കാണിക്കാൻ കഴിയാത്തത്ര വലിയ ക്രൂര കൃത്യങ്ങളാണ് ഈ 2 വയസ്സുള്ള കുഞ്ഞിനോട് സ്വന്തം പിതാവായ ഫായിസ് ചെയ്തിരിക്കുന്നത്. അതിക്രൂരം എന്ന് വെച്ചാൽ ദിവസങ്ങളായിട്ട് ആ കുട്ടിയെ പല തരത്തിലായിട്ട് ഉപദ്രവിപ്പിക്കുക, വേദനിപ്പിക്കുക, അത് കണ്ട് ആനന്ദിക്കുന്ന തരത്തിലേക്ക് ഇയാളുടെ മാനസികാവസ്ഥ അത്രയും വൈകൃതമായ ഒരു അവസ്ഥയായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞൊരു കാര്യം, ഈ കുട്ടിയുടെ അമ്മ ഇയാൾക്കെതിരെ പല കേസുകൾ കൊടുത്തിട്ടുണ്ട്. ഇയാൾ ഉപദ്രവിക്കുന്നത് ബന്ധപ്പെട്ടും അങ്ങനെ പല വിഷയങ്ങളിലും ഈ കേസുകൾ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഇയാൾ നിരന്തരം സമ്മർദ്ദം ചെലുത്തിയിരുന്നു. എന്നാൽ കുട്ടിയുടെ അമ്മയും ആ വീട്ടുകാരൊന്നും അതിനോട് യോജിച്ചിരുന്നില്ല. അതേ തുടർന്നുള്ള വൈരാഗ്യമാണ് ഇയാൾ കുട്ടിയോട് തീർത്തത്, ഇത്തരത്തിൽ ഉപദ്രവിച്ച് തീർത്തത് എന്നാണ് പോലീസ് പറയുന്നത്. ഇതിലൊക്കെ നമുക്ക് വ്യക്തമാവാത്ത കുറേ കാര്യങ്ങളുണ്ട്. ഒരുപക്ഷെ അത് ആ കുടുംബത്തിൻ്റെ സ്വകാര്യതയെ മുൻനിർത്തി പോലീസും മറ്റുള്ളവരും പറയാത്തതായിരിക്കാം. എന്ത് തന്നെയാണെങ്കിലും നമുക്ക് ചില കാര്യങ്ങൾ അതൊന്നും വ്യക്തമായിട്ട് ചില ഉത്തരങ്ങൾ ലഭിച്ചിട്ടില്ല. പക്ഷേ നമുക്ക് അറിയാൻ കഴിഞ്ഞൊരു കാര്യം, ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട തർക്കം, അതായത് തനിക്കെതിരെ കൊടുത്ത പരാതിയും മറ്റു കേസുകളും പിൻവലിക്കണമെന്ന് ഫായിസ് നിരന്തരം ഈ കുടുംബത്തോട് ആവശ്യപ്പെട്ടിരുന്നു. ഇവരത് അനുസരിക്കാതിരുന്നതാണ് ഈ പ്രകോപനങ്ങൾക്കെല്ലാം കാരണം. അതേ തുടർന്നാണ് ഈ കുട്ടിയോട് ഇയാൾക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല. അതേ തുടർന്നാണ് ഈ കുട്ടിയെ ഇയാൾ ഇത്തരത്തിൽ ക്രൂരമായി, ഒരു മനുഷ്യനും മറ്റൊരു മനുഷ്യനോട് ചെയ്യാൻ കഴിയാത്തത്ര ക്രൂരമായിട്ട് 2 വയസ്സുള്ളൊരു കുഞ്ഞിനെ ഇത്തരത്തിൽ ഇയാൾ ഉപദ്രവിച്ചത്. ഈ കുട്ടിയുടെ തല ഇയാൾ ചുമരിൽ പിടിച്ചിടിക്കുമായിരുന്നു. ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് മുൻപ് 2 ആഴ്ചയ്ക്ക് മുമ്പാണെന്ന് തോന്നുന്ന തരത്തിൽ മറ്റൊരു കട്ട പിടിച്ച തരത്തിൽ തലച്ചോറിലൊരു മുറിവുണ്ട്. അത് മുമ്പിടിച്ചതായിരിക്കാം. അതുപോലെ ശരീരത്തിൽ ഉണങ്ങിയതും ഉണങ്ങാത്തതുമായ മുറിവുകൾ ഒരുപാടുണ്ട്. ഇത് പലപ്പോഴായിട്ട് ഏറ്റുവാങ്ങേണ്ടി വന്ന ക്രൂരതയുടെ അടയാളങ്ങളായിട്ടാണ് ഇതിനെ കാണേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ പ്രതിക്ക് നിയമം അനുശാസിക്കുന്ന ഏറ്റവും വലിയ ശിക്ഷ തന്നെ കിട്ടാനുള്ള നടപടികളാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നും പോലീസ് സ്വീകരിക്കുന്നത്. കൊലക്കുറ്റം ചുമത്തി കഴിഞ്ഞു. അതുപോലെ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം 75 പ്രകാരമുള്ള ശിക്ഷയും ഇയാൾക്ക് ലഭിക്കാനുള്ള നടപടികളാണ് പോലീസ് സ്വീകരിക്കുന്നത്. ഇന്നിപ്പോൾ അയാളെ കോടതിയിൽ ഹാജരാക്കും. ഉച്ചയ്ക്ക് ശേഷം മറ്റ് വൈദ്യപരിശോധനയും മറ്റു പരിശോധനകളൊക്കെ രാവിലെ ഇതിനോടകം തന്നെ മഞ്ചേരി മെഡിക്കൽ കോളേജിലും മറ്റ് ആയി പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. കോടതിയിൽ ഹാജരാക്കിയാൽ സാധാരണഗതിയിൽ കോടതി റിമാൻഡ് ചെയ്യും. അതിനുശേഷമാണ് ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങിച്ച് തെളിവെടുപ്പും മറ്റും നടത്തുക. അതെന്നായിരിക്കുമെന്ന് അറിയുകയില്ല. എന്തുതന്നെയാണെങ്കിലും ഈ ഒരു നരാധമന് നിയമം അനുശാസിക്കുന്ന ഏറ്റവും വലിയ ശിക്ഷ തന്നെ ലഭിക്കണം എന്ന് സമൂഹം ആഗ്രഹിക്കുന്നുണ്ട്. പോലീസിൻ്റെ നടപടികളും ഇതിനെല്ലാം സാധൂകരിക്കുന്ന, അല്ലെങ്കിൽ ഇതിനെല്ലാം വേണ്ട തരത്തിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് തന്നെ വേണം കരുതാൻ. ടോം. അനുമോദ്, നമ്മൾ ഇന്നലെ ഈ വിഷയം വിശദമായി പരിശോധിച്ചതാണ് സ്പോട്ട് ലൈവിൽ തന്നെ. ഈ ഒരു പിതാവിൻ്റെ, ഫായിസിൻ്റെ, അല്ലെങ്കിൽ അനുമോദ് സൂചിപ്പിച്ചതുപോലെ അനുമോദിൻ്റെ പരാമർശം പോലെ നരാധമൻ്റെ ഈ രീതിയിലുള്ള പ്രാകൃതമായിട്ടുള്ള നടപടിയുടെ ഒരു പശ്ചാത്തലം എന്താണെന്ന് കൂടി പരിശോധിക്കേണ്ടി വരും. ഇയാളുടെ ഒരു ക്രിമിനൽ പശ്ചാത്തലം, അതല്ലെങ്കിൽ ഇയാൾ എന്തെങ്കിലും ലഹരിക്ക് അടിമയാണോ, അതല്ലെങ്കിൽ മാനസിക വൈകല്യമുള്ള വ്യക്തിയാണോ? സാധാരണ ഒരു സുബോധമുള്ള വ്യക്തിക്ക് ഇങ്ങനെ സ്വന്തം കുഞ്ഞല്ല മറ്റ് ഏതൊരു കുഞ്ഞിനോട് ഇങ്ങനെ ചെയ്യാൻ കഴിയുമോ എന്നുള്ളത് കേരളം ചോദിക്കുന്നുണ്ട്. സ്വാഭാവികമായും അതിൻ്റെ പശ്ചാത്തലം സംബന്ധിച്ചും പോലീസ് അന്വേഷിക്കുന്നുണ്ടോ? ഇയാളുടെ ഒരു സ്വഭാവ വൈകൃതങ്ങൾ എന്തെങ്കിലും ഉള്ള വ്യക്തിയാണോ ഈ ഫായിസ്? പോലീസ് വളരെ വിശദമായിട്ട് തന്നെ ഇക്കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. നിലവിൽ ഇയാൾക്കെതിരെ ഈ ഒരു ഗാർഹിക പീഡനത്തെ സംബന്ധിച്ച് അത്തരത്തിൽ ഇയാളുടെ ഭാര്യ കൊടുത്തൊരു പരാതി അല്ലാതെ മറ്റ് ക്രിമിനൽ കേസുകളൊന്നും തന്നെ നിലവിലില്ല എന്നാണ് പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമായിട്ടുള്ളത്. പക്ഷേ ഇയാളെക്കുറിച്ച് നാട്ടുകാർ പറയുന്നത് ഇയാൾ ലഹരിക്ക് അടിമയായിട്ടുണ്ട്, അല്ലെങ്കിൽ മദ്യപാനവും അതുപോലെ മറ്റ് ലഹരി വസ്തുക്കളും ഇയാൾ ഉപയോഗിക്കുന്ന ഒരാളാണ് എന്ന തരത്തിലാണ് പ്രാദേശികമായിട്ട് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഒരുപക്ഷെ അതിൻ്റെ ലഹരിയിലായിരിക്കാം ഇയാൾ ഇത്തരത്തിലൊക്കെ ചെയ്യുന്നത്. സ്വഭാവത്തിൽ ഒരു കുഞ്ഞിന്, 2 വയസ്സുള്ളൊരു കുഞ്ഞിനെ ആർക്കെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുമോ എന്ന ചോദ്യമാണ് ഉന്നയിക്കുന്നത് എല്ലാവരും. അതുപോലെ തന്നെ ഈ ഒരു പ്രദേശവാസികൾ ഈ വീടിന് ചുറ്റും അടച്ച് മൂടി കെട്ടിയ
തരത്തിലാണ് ആ വീടിൻ്റെ ഒരു ഘടനയൊക്കെ ഉള്ളത്. അത് പുറത്ത് ഉള്ളവർക്ക് അകത്തെന്ത് നടക്കണമെന്ന് അറിയാൻ മുഴുവൻ കഴിയണമെന്നില്ല. അപ്പോൾ പലപ്പോഴും കുട്ടിയുടെ കരച്ചിൽ കേൾക്കുമ്പോൾ അവരൊക്കെ ഇടപെടുമ്പോഴും ഞങ്ങളെ കുഞ്ഞാണ് അതെന്ന തരത്തിൽ അവരെയൊക്കെ നിരാകരിച്ച് മുന്നോട്ട് പോകുന്ന തരത്തിലാണ് ഇവരുടെ ഒരു സമീപനമുണ്ട്. പക്ഷെ നമുക്കിവിടെ വിമർശനാത്മകമായിട്ട് പറയേണ്ട ഒരു കാര്യം, സാഹചര്യങ്ങൾ എന്തെല്ലാം ആയിക്കോട്ടെ, സ്വന്തം കുഞ്ഞിനെ ദിവസങ്ങളായിട്ട് ഇത്രയും ക്രൂരമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങുമ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ട് എങ്ങനെ ആ സ്ത്രീക്ക് അല്ലെങ്കിൽ അവർക്ക് അവിടെ നിൽക്കാൻ കഴിഞ്ഞു എന്ന ചോദ്യമാണ് ഒരു സാധാരണ വ്യക്തി എന്ന നിലയിൽ, ഒരു മനുഷ്യൻ എന്ന നിലയിൽ നമുക്കൊക്കെ ചോദ്യമായിട്ട് ഉയരുന്നത്. സ്വന്തം കുഞ്ഞിൻ്റെ ജീവൻ അപകടത്തിലാണെന്ന് തോന്നിയാൽ അവിടെ പിന്നെ നിൽക്കേണ്ട കാര്യമില്ലല്ലോ എന്ന ചോദ്യം. അതെന്തുകൊണ്ട് അവർ നിന്നു? അത് ഇവരെ ഭീഷണിപ്പെടുത്തി നിർത്തിയതാണോ, അതോ ഇവരുടെ കുടുംബത്തിന് പിന്തുണ ഇല്ലാത്തതാണോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉയരുന്നുണ്ട്. നമുക്കതൊക്കെ മുഴുവൻ ചർച്ച ചെയ്ത് കണ്ടെത്താനോ അന്വേഷിച്ച് കണ്ടെത്താനോ കഴിയില്ല. പലരും സ്വകാര്യതയാണ്, തീർച്ചയായും. കാരണം ഒരു അമ്മ, ആ കുഞ്ഞിന്റെ അമ്മ ഇതൊന്നും ഇത്രയും നാളും പരാതിപ്പെടാത്ത കാര്യത്തിൽ ഉൾപ്പെടെ സംശയിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ അനുമോദ്, ഇവർക്ക് രണ്ടാമതൊരു കുഞ്ഞുണ്ടെന്ന് പറയുന്നു. ഇത് ആ കുഞ്ഞിനെ അടക്കം ഈ ഫായിസ് ഉപദ്രവിക്കുമായിരുന്നോ? കാരണം ഭാര്യ ഉപദ്രവിക്കുമെന്ന് പറയുന്നുണ്ട്, ഈ 2 വയസ്സുള്ള സ്വന്തം കുഞ്ഞിനോട് ഉപദ്രവിക്കുമെന്ന് പറയുന്നു. ഈ പിഞ്ചു കുഞ്ഞിനെ, ഇവരുടെ രണ്ടാമത്തെ ഇളയ കുട്ടിയെയും ഇയാൾ ഈ സമാനമായ രീതിയിൽ ഉപദ്രവിക്കുമായിരുന്നോ? 3 മാസം മാത്രമാണ് ആ കുട്ടിയുടെ പ്രായം. അതുകൊണ്ട് തന്നെ ആ കുട്ടിക്ക് നേരെ കാര്യമായ ഉപദ്രവം ഉണ്ടായതായിട്ട് നമുക്ക് കേൾക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ആ കുട്ടിയെ കണ്ടിട്ടില്ല. അവരെല്ലാം തന്നെ ഇപ്പോൾ അവരുടെ കുടുംബ വീട്ടിലാണ്. മാധ്യമങ്ങൾക്കൊന്നും അവിടെ ചെന്ന് ഇത് കാണാനോ ചോദിക്കാനോ കഴിയുന്നൊരു സാഹചര്യം വന്നില്ല. പക്ഷേ അത്തരത്തിൽ രണ്ടാമത്തെ കുട്ടിയുടെ ഇവർ അത്ര വലിയ ക്രൂരത ഇതുവരെ കാണിച്ചു തുടങ്ങിയിട്ടില്ല എന്നാണ് പ്രദേശവാസികളിൽ നിന്ന് നമുക്കത് അന്വേഷണവുമായി ബന്ധപ്പെട്ടത് പോലീസുകാരോടൊക്കെ സംസാരിച്ചപ്പോൾ മനസ്സിലായ ഒരു കാര്യം. ഇത് ആധികാരികമല്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ ആ കുട്ടിയെ കാണുകയോ രക്ഷിതാക്കളെ കാണുകയോ സംസാരിക്കുകയോ അങ്ങനെ യാതൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. പക്ഷേ നമുക്ക് പ്രാദേശികമായിട്ടും ഈ അന്വേഷണം നടത്തുന്ന പോലീസ് ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചപ്പോൾ മൂത്ത കുട്ടിയോടായിരുന്നു ഇയാളുടെ വൈരാഗ്യവും വെറുപ്പും മുഴുവൻ ഇയാൾ കാണിച്ചിരുന്നത് എന്നാണ് അറിയുന്നത്. രണ്ടാമത്തെ കുട്ടി 3 മാസം മാത്രം പ്രായമായതുകൊണ്ട് ഒരുപക്ഷെ ആ കുട്ടിയെ ഇയാളുടെ കൈകളിലേക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കില്ല. അതുകൊണ്ടായിരിക്കാം ആ കുട്ടിക്ക് ഇത്തരത്തിലുള്ള പീഡനങ്ങളൊന്നും വാങ്ങേണ്ടി വരാത്തത്. എന്താണെങ്കിലും മറ്റൊരു സ്ഥലത്തും ആവർത്തിക്കരുത്, മറ്റൊരിടത്തും ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകരുത് എന്ന് നമ്മൾ ഓരോ തവണയും റിപ്പോർട്ട് ചെയ്യുമ്പോൾ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന ഒരു സാഹചര്യമാണ്, ഒരു കാര്യമാണ് കാളികാവിൽ ഉണ്ടായിരിക്കുന്നത്. ഇനി ഈ വ്യക്തിയെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ പോലീസിൻ്റെ ഭാഗത്തും വിശദമായിട്ട് തന്നെ നടക്കുന്നുണ്ട്. ഒരുപക്ഷെ ഏറ്റവും നമുക്ക് പ്രേക്ഷകരോടൊക്കെ ഇത് കാണുമ്പോൾ എല്ലാവർക്കും തോന്നുന്ന കാര്യം, ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരു കുടുംബവും കുട്ടിക്ക് നേരെ കൈയോങ്ങിയാൽ ആ വീട്ടിൽ നിൽക്കാൻ കഴിയാതെ അല്ലെങ്കിൽ ആ വീട്ടിൽ നിന്ന് മാറി നിൽക്കുക തന്നെയാണ് വേണ്ടത്. കാരണം കുഞ്ഞിനേക്കാൾ വലുതല്ലല്ലോ മറ്റ് അഭിമാനങ്ങളും മറ്റു കാര്യങ്ങളൊന്നും. അത് സ്വാഭാവികമായിട്ടും ഒരു വ്യക്തി എന്ന നിലയിൽ നമ്മളത് പങ്കുവെക്കുന്നൊരു വികാരമായിട്ട് മാത്രം കണ്ടാൽ മതിട്ടോ. വ്യക്തമാണ്. CB അനുമോദാണ് മലപ്പുറത്തു നിന്നും വിവരങ്ങൾ നൽകിയത്. ഏറെ ഹൃദയം നുറുങ്ങുന്ന വാർത്തയായിരുന്നു ദിവസം ഇന്നലെ മലപ്പുറം കാളികാവിൽ നിന്നും വന്നത്. 2 വയസ്സുകാരിയായ കുഞ്ഞിനെ സ്വന്തം പിതാവാണ് ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തിയത്. സ്പോട്ട്ലൈറ്റിലേക്ക്